ഓക്കെ, ഇത് ഡ്രസ്സിൻ്റെ തേർഡ് വീഡിയോ ആണ്. ഓക്കെ, സോ ഈ ഒരു മെന്ന് വെയർ ചെയ്ത ഡ്രസ്സ് കണ്ടോ, ഇത് അടിയിലേക്ക് പോകുമ്പോൾ ടാപ്പറിങ് ആണ്, ഫ്രണ്ടിൽ മുകളിൽ ഇച്ചിരി വീതി ഉണ്ടാവും. ഈ കണ്ടോ, അതിനുള്ള വേറെ എക്സാമ്പിൾസ് ആണിത്. ഓക്കെ, സോ ഇതിന് പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ harem pants, harem pants, റീന്ന് വരും, ഹറീം വരും, ഹറീം പാൻസ്, harem pants, ഹറീം പാൻസ്. ഓക്കെ, സോ അതിനാണ് ഹറീം പാൻസ് അല്ലെങ്കിൽ ഹറീം ട്രൗസേഴ്സ്. ഈ പാൻസ് ട്രൗസേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷും യു കെ സോറി യു എസ് എ ആ ഒരു അമേരിക്കൻ ബ്രിട്ടീഷ് ഇതിൽ വരുന്നൊരു വ്യത്യാസമാണ് പാൻസും ട്രൗസേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. സോ ഇതിനകത്ത് ബാഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൂസായ കണ്ടത്, ഇത് വളരെ ഹറീം പാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൂസായ ഒരു പാൻറ്റാണ്, അതുകൊണ്ടാണ് ബാഗി അങ്ങനത്തെ പറഞ്ഞതിനാണ് ബാഗി. ഓക്കെ, ലോങ് പാൻസ് ടേപ്പേർഡ് അറ്റ് ദ ആങ്കിൾ. വാട്ട് ഡു യു ഫീൽ അബൌട്ട് മെൻ ഇൻ ഹറീം പാൻസ്? ഹറീം പാൻസ്. ഓക്കെ, ബാഗി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ബാഗി ജമ്പ്, ബാഗി ജീൻസ്, വളരെ ലൂസായ ജീൻസ്. ഓക്കെ, നൗ ഇനി ജീൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ടീഷർട്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന അഡ്ജക്റ്റീവ് ബാഗി അല്ലെങ്കിൽ ലൂസ്, ടൈറ്റ്, ടൈറ്റ് ഫിറ്റിംഗ്. ഓക്കെ, നൗ സ്നഗ്. സ്നഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ടൈറ്റ് എന്ന് പറയുന്നതിനാണ് സ്നഗ് എന്ന് പറയുന്നത്. ദിസ് ജീൻസ് ആർ ടു ടൈറ്റ് ഫോർ മീ, അല്ലെങ്കിൽ ദിസ് ജീൻസ് ആർ ബിറ്റ് സ്നഗ്. ഓക്കെ, snug, ക്ലോത്ത്സുമായിട്ട് റിലേറ്റഡ് ഡിഫറെൻറ്റ് മീനിങ് ആണ്. അതിനകത്ത് സ്റ്റഡായിട്ടും സ്നഗ് എന്നാണിത്, സ്റ്റഡ് എന്നാണ് നമ്മളവിടെ മലയാളത്തിൽ പറയുന്നതെങ്കിലും സ്നഗ് എന്നൊരു ഓക്കെ സ്നഗ് ഇതിന് ഡ്രസ്സിന് പറയുമ്പോൾ ടു ടൈറ്റ്. ഓക്കെ, ടേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് അറ്റത്തേക്ക് വീതി ഇല്ലാതെ വരുന്നത്, ടേപ്പ്. ഫാഷനബിളി അല്ലെങ്കിൽ സ്റ്റൈലിഷ്ലി, സ്റ്റൈലിഷ്ലി വെൽ ഡ്രസ്ഡ്. വെൽ ഡ്രസ്ഡ് അഡ്ജക്റ്റീവാണ്, ഫാഷനബിളി, സ്റ്റൈലിഷ്, വെൽ ഡ്രസ്ഡ്. അൺഫ്ലാറ്ററിങ് എന്ന് പറയുമ്പോൾ അത്ര അട്രാക്റ്റീവ് അല്ലാത്തതിനെയാണ്. സംതിങ് സീം വേഴ്സ് ഓർ ലെസ് അട്രാക്റ്റീവിനെയാണ് അൺഫ്ലാറ്ററിങ് എന്ന് പറഞ്ഞാൽ അൺഫ്ലാറ്ററിങ്. ഓക്കെ, ഇവിടെ ഫാഷനബിളും സ്റ്റൈലിഷും വെൽ ഡ്രസ്ഡും ആണെങ്കിൽ ഇവിടെ അൺഫ്ലാറ്ററിങ്. ആൻഡ് അൺഫ്ലാറ്ററിങ് ഡ്രസ്, അൺഫ്ലാറ്ററിങ് ഒട്ടും അട്രാക്റ്റീവ് അല്ല. നൗ നെക്സ്റ്റ് ഈസ് സ്റ്റഡി. One second. sturdy, sturdy, ഈ ആയിട്ട് വരാം, sturdy, സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്ട്രോങ് ബിൽഡാണ്, ഒത്തിരി കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഡ്രസ്സിനെയാണ് സ്റ്റഡി എന്ന് പറയുന്നത്. ഈ പോലെ DISTEDI, സ്റ്റഡി. എ സ്റ്റഡി പെയർ ഓഫ് ഷൂസ്, സ്റ്റഡി ബാഗ്. പണ്ടത്തെ ആൾക്കാർ എപ്പോഴും പ്രിഫർ ചെയ്തിരുന്നത് സ്റ്റഡി ഡ്രസ്സസ് ആണ് അല്ലേ. ഇത് കുറച്ചും കൂടെ റിവീലിംഗ് ആയ ഡ്രസ്സാണ്, അതിനെയാണ് പറയുന്നത് ക്ലിങ്ങി. ഓക്കെ, ക്ലിങ്ങി. ക്ലിങ്ങി ടോപ്പ്, അതായത് ക്ലിങ്ങി ഇത് വളരെ റിവീലിംഗ് ആണ്. ഇതിൻ്റെ നെറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ ക്ലിങ്ങി സ്കിമ്മി. ഓക്കെ, ക്ലിങ്ങി സ്കിമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിവീലിംഗ് ആയ ഡ്രസ്സ്, സ്കിമ്മി ഡ്രസ്. clingy, clingy, ജി സൈലൻ്റ് ആയിട്ട് ജി സൈലൻ്റ് ആയിട്ട് വരും, clingy, clingy, ക്ലിനി എന്നുള്ള രീതിയിലാണ്. ജി ഭയങ്കര സ്ട്രെസ്സില്ല, clingy, ക്ലിനി. ഓക്കെ, clingy, ക്ലിനി. ഓക്കെ, ക്ലിനി, അതായത് ക്ലിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
വേറൊരു മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലെ തൂങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, ക്ലിനി, അങ്ങനത്തെ പേഴ്സണെ പറയും ക്ലിനി. സ്കിമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിവീലിംഗ് ആയിരിക്കും. ഫാഷൻ ഷോയിലൊക്കെ കാണുന്ന ആ ഡ്രസ്സിൻ്റെ സ്റ്റൈല് ആ ഒരു അത്രയും പോരും. ബ്ലീച്ച്, നൗ സ്റ്റോൺ വാഷ്ഡ്. ഓക്കെ, വേറെ പേരാണ്. നമുക്ക് ഡ്രസ്സിന് ശരിക്കും ക്ലോത്ത്സ് എന്നുള്ളതിനെ THES ശരിക്കും പ്രൊനൗൺസിയേഷൻ വരുമ്പം ക്ലോസ്, CLOSE, ഡോർ അടയ്ക്കില്ലേ, ക്ലോസ് എന്നാണ് അത് ശരിക്കും പറയുന്നത്. ഓക്കെ, ഗാർമെൻറ്റ് എന്ന് പറയും, ഗിയർ എന്ന് പറയും, അറ്റയർ എന്ന് പറയും, അപ്പാരൽ എന്ന് പറയും. ഇതൊക്കെ ഡ്രസ്സിന് തന്നെ സിനോണിംസ് ആണ്. ഓക്കെ, ഞാൻ സ്വെറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ വർക്ക്, എ പ്ലേസ് വോ പീപ്പിൾ വർക്ക് ഫോർ ലോ വേജസ് ഇൻ പുവർ കണ്ടീഷൻ, അതിനെയാണ് സ്വെറ്റ് ഷോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് നല്ല സ്റ്റൈലിഷ് ആയതിനെയാണ് പറയുന്ന ഒരു വേർഡാണ് flamboyant, flamboyant, ഫ്ലാംപോയൻറ്റ്. flamboyant, കോൺഫിഡൻറ്റ് എന്നൊരു രീതിയിലാണ്. ഡിഫറെൻറ്റ്, കോൺഫിഡൻറ്റ്, എക്സൈറ്റിംഗ് പേഴ്സൺ. ഫ്ലാംപോയൻറ്റ് ജസ്റ്റർ, സ്റ്റൈൽ ആൻഡ് പേഴ്സണാലിറ്റി. ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നല്ലൊരു വൊക്കാബുലറിയാണ് ഫ്ലാംപോയൻറ്റ് ജസ്റ്റർ, അല്ലെങ്കിൽ ഫ്ലാംപോയൻറ്റ് ക്ലോത്ത്സ് ഓർ ഡിസൈൻ. പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഡ്രസ്, എ പ്ലെയിൻ ബട്ട് എലഗൻറ്റ് ഡ്രസ്. ഓക്കെ, പ്ലെയിൻ യോഗേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഓർ ഫ്രൂട്ട് ഇല്ലാത്തതിനാണ് പ്ലെയിൻ യോഗേർട്ട്. ഫ്ലെയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരിഞ്ഞ ആ ഒരു ട്രൗസേഴ്സ്. ഓക്കെ, പ്ലാറ്റ്ഫോം ഷൂസ്. ഓക്കെ, ഇത് കാണിച്ചു തരാം. ഇത് ഇച്ചിരി പ്രൊനൗൺസിയേഷന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. De rigueur. 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 ഈ ഹിന്ദിയിൽ ഗർ എന്ന് പറഞ്ഞ ഹൗസാണ്. ഓക്കെ, ഡെറിഗർ ആ ഒരു രീതി. De rigueur. ഡെറിഗർ. ഡെറിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇതെന്ന് വെച്ചൊരു ഫാഷൻ. ഇപ്പോൾ ടാറ്റൂസ് ഓഫ് കോഴ്സ് ബീങ് ഡെറിഗർ എമോങ് ദ പോയട്രി സെറ്റ്, അല്ലെങ്കിൽ എമോങ് ദ സെലിബ്രിറ്റീസ്. ടാറ്റൂസ് അതൊരു ഫാഷനായി മാറി. ഓക്കെ, അത് ഭാഗമായി, അതിനെയാണ് പറയുന്നത് ഡെറിഗർ. അക്സെപ്റ്റഡ് സോഷ്യലി. ഓക്കെ, ലാപ്പിൾസ്, ഇതിൻ്റെ ഒരു മീനിങ്സ് നോക്കിയാൽ മതി. നൗ ബെൽ ബോട്ടംസ്, ബെൽ ബോട്ടം പാൻസ്, അതറിയാലോ. ഇനി പോളോ നെക്ക് അല്ലെങ്കിൽ ടർട്ടിൽ നെക്ക് സ്വെറ്റർ, ഇതിനെയാണ് പോളോ നെക്ക് എന്ന് പറയുന്നത്. ഈ പോളോ നെക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെക്ക്, അല്ലെങ്കിൽ ഇത് ഒന്ന് അമേരിക്കൻ UK ആണ് പോളോ നെക്കും ടർട്ടിൽ നെക്കും അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. ഇത്രയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന നെക്കായിരിക്കും. സോ അത് ഫോൾഡ് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്, പോളോ നെക്ക് അല്ലെങ്കിൽ ടർട്ടിൽ നെക്ക്. വി നെക്ക് നമുക്കറിയാം. ക്രൂ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഓക്കെ, ഇതാണ് ക്രൂ നെക്ക് എന്ന് പറഞ്ഞാൽ സാധാ വട്ടക്കഴുത്ത്, ക്രൂ നെക്ക്. പോളോ ടീഷർട്ട് എന്ന് പറയുമ്പോൾ ടീഷർട്ട് പോളോ നെക്കാണ്, ഇത് പോളോ നെക്ക്. പക്ഷേ ഈ പോളോ ടീഷർട്ട് എന്ന് പറയുമ്പോൾ കോളർ പ്ലസ് ബട്ടൺസ് ഉണ്ടാവും. ഞാൻ ഡ്രസ് അപ് ടു ദ നയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്നതിനാണ് ഡ്രസ് അപ് ടു ദ നയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രസ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാം, അല്ലെങ്കിൽ വെരി എലഗൻറ്റ് അല്ലെങ്കിൽ ഫോർമൽ ക്ലോത്ത്സ് ഇടുന്നതിനാണ് ഡ്രസ് അപ് ടു ദ നയൻസ്. പിൻ സ്ട്രിപ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ വെർട്ടിക്കലായിട്ട് ഇതുപോലത്തെ സ്ട്രിപ്സ് കാണുന്നില്ലേ, സ്യൂട്ടിലൊക്കെ കാണാൻ പറ്റും. അതിനാണ് പിൻ സ്ട്രിപ്റ്റ് ഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ബിസിനസ് സ്യൂട്ട് അല്ലെങ്കിൽ 2 പീസ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ, ബിസിനസ് സ്യൂട്ട് അല്ലെങ്കിൽ 2 പീസ് സ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ജാക്കറ്റും പാൻസ് അല്ലെങ്കിൽ ട്രൗസേഴ്സ്, പാൻസും ട്രൗസേഴ്സും ഒരേ സംഭവമാണ്. ജാക്കറ്റും കൂടെ ചേർന്നതിനാണ് ബിസിനസ് സ്യൂട്ട് അല്ലെങ്കിൽ 2 പീസ് സ്യൂട്ട് എന്ന് പറയുന്നത്. ടൈ അതിൻ്റെ ഭാഗമല്ല, ഷർട്ടും ടൈയും അതിൻ്റെ ഭാഗമല്ല. ഓക്കെ, ഇനി 3 പീസ് സ്യൂട്ട് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് കോട്ട് അല്ലെങ്കിൽ വെസ്റ്റ്. ഒരു മോദി തരംഗമൊക്കെ വന്ന ആ സമയത്ത് ഉണ്ടായിരുന്നല്ലോ, വേസ്റ്റ് കോട്ട് അല്ലെങ്കിൽ വെസ്റ്റ്, ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു രീതി. ഓക്കെ, ഈ ബിസിനസ് ജാക്കറ്റിൻ്റെ ഉള്ളിൽ ആ സ്യൂട്ടിൻ്റെ ഉള്ളിൽ ഇടുന്ന ഡ്രസ്സ്. ഓക്കെ, ഷോർട്ട് സ്ലീവ്ഡ് അല്ലെങ്കിൽ ലോങ് സ്ലീവ്.
ഞാൻ ഗ്ലിറ്റ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആണ്. ഇനി കുറച്ച് അട്രാക്റ്റീവ് ഡ്രസ്സിനെ പറയുന്ന പേരാണ് ഗ്ലിറ്റ്സി, ഫാൻസി, ഫെച്ചിങ്. ഓക്കെ, ടൈലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലർ ചെയ്തത്. ഓക്കെ, ഗ്ലിറ്റ്സി, ഫാൻസി, ഫെച്ചിങ്. ഗ്ലിറ്റ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലിറ്റർ പോലെ തന്നെ. ദിസ് ഈസ് നോൺ ഗ്ലിറ്റ്സി. സീക്വൻസ് ഉള്ളതിനാണ് ഗ്ലിറ്റ്സി എന്ന് പറയുന്നത്. ഗ്ലിറ്റ്സി ഡ്രസ്. ഫാൻസി അതേപോലെ തന്നെ ഒരു മീനിങ് ആണ്. ഫെച്ചിങ് എന്ന് പറയുമ്പോൾ ഫെച്ചിങ് സ്മൈൽ, അട്രാക്റ്റീവ്. ഫെച്ചിങ് ബ്ലൂ സ്വെറ്റർ, ഫെച്ചിങ് ബ്ലൂ സ്വെറ്റർ, ഫെച്ചിങ് സ്മൈൽ. അല്ലെങ്കിൽ ഷി വാസ് വെയറിങ് എ പെർട്ടിക്കുലർലി ഫെച്ചിങ് ഡ്രസ്. ഓക്കെ, അട്രാക്റ്റീവ്, tailored. Now be wearing new outfit എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ. ഷി വാസ് വിയറിങ് ആൻ എക്സ്പെൻസീവ് ന്യൂ ഔട്ട്ഫിറ്റ്. ഫർ ആർട്ടിഫിഷ്യലും ആവാം, റിയലും ആവാം. എലഗന്റ് ലേഡീസ് ഇൻ ഫർ. ബി ഡ്രസ്ഡ് ഫോർ ആണ്. ബി ഡ്രസ്ഡ് ഫോർ ഡിന്നർ ഓർ സ്പെഷ്യൽ ഒക്കേഷൻ. ഡ്രസ്ഡ് ഇൻ എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ ഡ്രസ്സാണ്, ലെതർ, സിൽക്ക്. ഓക്കെ, ഇന്നും ഫോർ പ്രിപ്പോസിഷൻ്റെ ഒരു വ്യത്യാസം. Now chinos. Chinos. Chinos എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൗസേഴ്സ് ഓർ പാൻസ് മെയ്ഡ് ഫ്രം സ്ട്രോങ് കോട്ടൺ. നല്ല കോട്ടൺ, പ്യൂർ കോട്ടൺ, സ്ട്രോങ് കോട്ടണിലെ ഇതിനാണ് ചിനോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹി റോൾഡ് അപ്പ് ഹിസ് സ്ലീവ്സ്. ഓക്കെ, എന്തോ കാര്യത്തിന് റോൾ അപ്പ് ഹിസ് സ്ലീവ്. ഡ്രസ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി എല്ലാ ഒക്കേഷനിലും നോർമലായിട്ടിരുന്ന ഡ്രസ്സ് ഒന്ന് താഴത്തേക്ക്, മീൻസ് അത്രയും ഒരുങ്ങാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഡ്രസ് ഡൗൺ. ഓക്കെ, സ്യൂ ഡ്രസ് ഡൗൺ ഇൻ ഓൾഡ് ജീൻസ് ആൻഡ് ഓൾഡ് ജീൻസും വൈറ്റ് ബ്ലൗസ്. ഓക്കെ, ബ്ലൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ടോപ്പിനെയാണ് ബ്ലൗസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബ്ലൗസ് അല്ല. ബി ഡ്രസ് ഫോർ എന്താണ്? വർക്ക് ഓർ സ്കൂൾ. ഓക്കെ, നൗ വോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാഷനബിളായിട്ട് ഫാഷൻ മാഗസീൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, വോഗ് എന്ന് പറഞ്ഞാണ് ഫാഷൻ മാഗസീൻസ് ആണ്. എ ഫാഷൻ ഫോർ സംതിങ്. ബ്ലാക്ക് ഈസ് ഇൻ വോഗ് അഗെയിൻ. വീണ്ടും വോഗായി, മീൻസ് ബ്ലാക്ക് ഈസ് ഇൻ വോഗ് അഗെയിൻ. സിസ്റ്റീസ് മ്യൂസിക് ഹാസ് കം ബാക്ക് into vogue. ഓക്കെ, ഫോളോ അപ്പ്, കീപ്പ് അപ്പ് വിത്ത്. ആ ഫാഷനെ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ ഫോളോ അപ്പ് അല്ലെങ്കിൽ കീപ്പ് അപ്പ് വിത്ത്. ഓർഗനൈസ്, ഒരു ഫാഷൻ ഷോയിനെ ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ പുട്ട് ഓൺ എ ഫാഷൻ ഷോ. Now unveil a designer spring or summer collection. Unveil അല്ലെങ്കിൽ കാണിച്ചു തരുന്നതിനാണ് unveil അല്ലെങ്കിൽ show a designer summer collections. ഓക്കെ, തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ ഉണ്ടാവും, എൻ്റെ കണ്ടിന്യൂഷൻ. താങ്ക് യു.